ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു വെജ് റെസിപ്പിയാണ്. ഞാൻ ഇതുവരെ ഒരു വെജ് റെസിപ്പി വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. നമുക്ക് പറമ്പിലൊക്കെ കാണുന്ന ഒരു കൂണാണിത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂണാണ്. തീയലും തോരനും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു കൂണാണിത്. നമുക്ക് ഈ തീയലൊക്കെ വെക്കുമ്പോൾ കൂണിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് തോരനാണ് വെക്കാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ കൂണെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ തിരുമിയതിലേക്ക് 10 കാന്താരി മുളക്, 2 ഉണ്ടമുളക്, 3 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, കറിവേപ്പില. ഇത് ഇത്രയും ഇട്ട് നമുക്കൊന്ന് അരച്ച് എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ട് പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇടുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി നന്നായി വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കൂൺ ആഡ് ചെയ്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇത് കുക്കാവും. ഇനി നമുക്ക് ഇതിൽ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മളിങ്ങനെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല കാന്താരി മുളകിൻ്റെയും ഉണ്ടമുളകിൻ്റെയും ഒക്കെ മണം വരുന്നുണ്ട്. എല്ലാവർക്കും ഈ കൂൺ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കൂൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. നല്ല എരിവുള്ള കറിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൻ.